മക്കളെ, അപ്പൊ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് +1 മാത്തമാറ്റിക്സിലെ ചാപ്റ്റർ നമ്പർ 7 ബൈനോമിയൽ തിയറം എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ്. ഇക്വേഷൻ ഒക്കെ കാണുമ്പോൾ പഠിക്കാൻ പ്രയാസമാണെന്ന് തോന്നുമെങ്കിലും ഏറ്റവും സിമ്പിൾ ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആണ്. എന്നാൽ നമുക്ക് പതുക്കെ അങ്ങ് സ്റ്റാർട്ട് ചെയ്താലോ? ഓക്കെ, അപ്പൊ നമ്മൾ ഈ ചാപ്റ്ററിലേക്ക് കടക്കുന്നതിന് മുൻപേ നമ്മൾ പണ്ട് തൊട്ട് പഠിച്ചു പോരുന്ന കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പം അതൊന്ന് റിവൈസ് ചെയ്തിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? അപ്പോൾ ഇവിടെ നോക്കിയേ, a⁻x ഇൻറ്റു a⁻y എന്ന് പറയുന്നത് എന്താണ്? a⁻x + y അല്ലേ? ഇനി a⁻x ബൈ a⁻y എന്ന് പറയുന്നത് എന്താണ്? a⁻x - y. ഇനി a⁻x ദ ഹോൾ റേസ് ടു വൈയോ a⁻xy അല്ലേ? ഇനി ab ദ ഹോൾ റേസ് ടു x എന്ന് പറയുന്നത് എന്താണ്? അതിനെ നമുക്ക് a⁻x ഇൻറ്റു b⁻x എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഇനി ഞാൻ നമ്പറിൻ്റെ ടേമിൽ കാണിക്കാം അല്ലേ? ഇവിടെ നോക്കിക്കോണം, 2⁻2 ഇൻറ്റു, ഓക്കെ നമുക്ക് ഈ വരയൊന്ന് മായ്ക്കാം. യെസ്, 2⁻2 ഇൻറ്റു 2⁻3 എന്ന് പറയുന്നത് എന്താണ്? 2�5 അല്ലേ? ഇനി ഇവിടെ നോക്കിയേ, 2⁻4 ഡിവൈഡഡ് ബൈ 2⁻2. ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? 2⁻2 എന്ന് എഴുതത്തില്ലേ? ഇനി അടുത്തതോ 2⁻2 ദ ഹോൾ റേസ് ടു 3 ഈക്വൽ ടു എന്ത് വരും? 2�6 അല്ലേ? ഇനി നോക്കിയേ, 2 ഇൻറ്റു 3 ദ ഹോൾ റേസ് ടു 2 എന്ന് പറയുന്നതിനെ എങ്ങനെ എഴുതാം? 2² ഇൻറ്റു 3² എന്ന് എഴുതത്തില്ലേ? സിമ്പിൾ അല്ലേ? ഇനി ഈ ഇക്വേഷൻസ് നമ്മൾ പണ്ടോട്ട് പഠിച്ചു വരുന്ന ഇക്വേഷൻ ആണല്ലേ. എന്താണ്? a + b ദ ഹോൾ റേസ് ടു 0 എന്ന് പറയുന്നത് 1 ആയിരിക്കും. a + b ദ ഹോൾ റേസ് ടു 1 എന്ന് പറയുന്നത് a + b ആയിരിക്കും. a + b ദ ഹോൾ സ്ക്വയർ പറയുന്നതോ a² + 2ab + b² ആയിരിക്കും. ഇനി a + b ദ ഹോൾ ക്യൂബ് വന്നാലോ a³ + 3a²b + 3ab² + b³ അല്ലേ? ഇനി നോക്കിയേ, ഇനി നമ്മുടെ അടുത്ത് ചോദിക്കുകയാണ്, a + b ദ ഹോൾ റേസ് ടു 7 കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ എന്ത് ചെയ്യും? അല്ല ഇനിയോ a + b ദ ഹോൾ റേസ് ടു 9 കണ്ടുപിടിക്കാനോ? നമുക്ക് പെട്ടെന്ന് എഴുതാൻ പാടല്ലേ? അപ്പം ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് ബൈനോമിയൽ തിയറം എന്ന് പറഞ്ഞ ചാപ്റ്റർ വരുന്നത്. ഓക്കെ, അതിനു മുന്നേ നമ്മളിപ്പോൾ നോക്കിയില്ലേ ഇക്വേഷൻസ്, ഇതിനകത്തുനിന്ന് നമുക്ക് കുറച്ച് കാര്യങ്ങൾ നോക്കാം. ഇവിടെ നോക്കിക്കോണം, ഇതിൻ്റെ പവർ വന്നേക്കുന്നത് ഇവിടെ 0 ആണല്ലേ. ഇതിൽ എത്ര ടേം ഉണ്ട്? 1 എന്ന് പറയുന്ന ഒരു ടേം ആണ് വന്നേക്കുന്നത്. അതായത് അതിൻ്റെ പവറായ 0യുടെ കൂടെ 1 ആഡ് ചെയ്തപ്പം ഈക്വൽ ടു 1 ഒരു ടേം ആണ് അവിടെ വന്നത്. ഇനി ഇവിടെ നോക്കിയേ, പവർ എത്രയാണ്? പവർ 1. ഇനി 1ൻ്റെ കൂടെ 1 ആഡ് ചെയ്തപ്പം 2, 2 ടേം, a എന്ന് പറയുന്ന ഒരു ടേമും b എന്ന് പറയുന്ന ഒരു ടേം, അങ്ങനെ 2 ടേം വന്നല്ലേ. ഇനി ഇവിടെ നോക്കിക്കോണം, പവർ എത്രയാണ്? 2. ഇവിടെ എത്ര ടേംസ് ഉണ്ട്? 1 a² എന്ന് പറയുന്ന ഒരു ടേം, 2ab എന്ന് പറയുന്ന ഒരു ടേം, b² എന്ന് പറയുന്നത് വേറൊരു ടേം. അപ്പോൾ അതായത് 2 + 1 ഈക്വൽ ടു 3 ടേം ആണ് നമുക്ക് a + b ദ ഹോൾ സ്ക്വയറിനകത്ത് വരുന്നത്. ഇനി ഇവിടെ നോക്കി, a + b ദ ഹോൾ ക്യൂബിനകത്ത് വന്നാലോ പവർ 3 അല്ലേ, +1 ഈക്വൽ ടു 4 ടേംസ് വരും. അപ്പോൾ എന്താണ്? പവറിലിരിക്കുന്ന നമ്പറിൻ്റെ കൂടെ 1 ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടുന്നോ അത്ര നമ്പർ ഓഫ് ടേംസ് അതിൽ കാണും. ഓക്കെ, ഇപ്പം a + b ദ ഹോൾ ക്യൂബിനകത്ത് എത്രയാണ്? 4. a³ എന്ന് പറയുന്ന ഒരു ടേം, 3a²b എന്ന് പറഞ്ഞ ഒരു ടേം, 3ab² എന്ന് പറഞ്ഞൊരു ടേം, b³ എന്ന് പറയുന്നത് വേറൊരു ടേം. ഇനി നോക്കിക്കോണം, ഇവിടെ നോക്കിയേ, a + b ദ ഹോൾ ക്യൂബ് നോക്കാം. ഇവിടെ എയുടെ പവർ ആദ്യം വന്നത് എന്താ? 3 അല്ലേ? ഇനി അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുമ്പോഴോ എയുടെ പവർ 2 വന്നു. ഇനി ഇവിടെ വരുമ്പോഴോ എയുടെ പവർ 1 വന്നു. a എന്ന് മാത്രം എഴുതിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പവർ എന്താണ്? 1 എന്നർത്ഥം. ഇനി ഇങ്ങോട്ട് വരുമ്പം a ഉണ്ടോ? അതായത് എന്താ? എയുടെ പവർ 0 ആണെന്നർത്ഥം അല്ലേ? അതായത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകുമ്പം എയുടെ പവർ എന്ന് പറയുന്നത് കുറഞ്ഞു പോവുകയാണ് അല്ലേ? ഇനി ബിയുടെ കാര്യം എടുക്കുകയാണെങ്കിലോ, ഇവിടെ ബി ഉണ്ടോ? ഇവിടെ ബി ഇല്ലല്ലേ. അപ്പോൾ അതായത് എന്താ? ബിയുടെ പവർ എന്ന് പറഞ്ഞാൽ ഇവിടെ 0 ആയിരിക്കും. ഓക്കെ, ഇനി ഇവിടെയോ ബിയുടെ പവർ 1 വന്നു, ഇവിടെ 2 വന്നു ബിയുടെ പവർ, ഇവിടെ b³, അപ്പം 3 ആണ് ബിയുടെ പവർ വന്നത്. അതായത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകുമ്പം ബിയുടെ പവർ എന്ന് പറയുന്നത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. എയുടെ പവർ കുറയുകയും ബിയുടെ പവർ കൂടിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇപ്പം നമ്മൾ നമ്പർ ഓഫ് എക്സ്പാൻഡ് ചെയ്യുമ്പം അതിനകത്ത് എത്ര നമ്പർ ഓഫ് ടേംസ് ഉണ്ടായിരിക്കുമെന്ന് കണ്ടുപിടിക്കാൻ പഠിച്ചല്ലോ. നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കിയാലോ? ഇവിടെ നോക്കിയേ, നമ്മൾ മെയിൻലി അകത്ത് കിടക്കുന്നത് ഏത് ടേം ആണെങ്കിലും
നമ്മൾ ആദ്യം നോക്കേണ്ടത് എന്താണ്? അതിൻ്റെ പവറിനെയാണ് നോക്കേണ്ടത്. നമ്പർ ഓഫ് ടേംസ് ഇൻ ആൻ എക്സ്പാൻഷൻ കണ്ടുപിടിക്കണമെങ്കിൽ അതിൻ്റെ പവറിനെ ആദ്യം ചെക്ക് ചെയ്യണം. അപ്പോൾ ഇവിടെ നോക്കിയേ, ഇവിടെ എത്ര ടേംസ് കാണും? 10 ആണ് പവർ, +1 = 11 ടേംസ് കാണും അല്ലേ? ഇനി ഇവിടെയോ a + b all raised to 15 അല്ലേ? 15 + 1 = 16 ടേംസ് കാണും. ഇനി ഇവിടെ നോക്കിയേ, a + b all raised to 24. 24 + 1 = 25 ടേംസ് കാണും. ഇവിടെയോ 10 + 1 11 ടേംസ് അല്ലേ? ഇനി ഇവിടെ നോക്കിയേ, 2 raised to n എന്നാണ് പവർ വന്നേക്കുന്നത്. അപ്പം എന്ത് ചെയ്യണം? +1. 2 raised to n + 1 ആയിരിക്കും നമ്മുടെ നമ്പർ ഓഫ് ടേംസ് ഇൻ ദിസ് എക്സ്പാൻഷൻ. ഇനി ഇവിടെയോ ഇവിടെ 4 ആണ് പവർ. 4 + 1 എത്ര? 5 ടേംസ് കാണും. സിമ്പിൾ അല്ലേ? ഇതാണ് ഈ ചാപ്റ്ററിൽ നിന്ന് വരാൻ പറ്റുന്ന ഫസ്റ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇനി എന്ത് എഴുതിയേക്കുന്നത്? ഫോർമുല ഓഫ് കോമ്പിനേഷൻ. നമ്മുടെ പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ കോമ്പിനേഷന്റെ ഇക്വേഷൻ എന്താണ്? NCR = n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ r ഫാക്ടോറിയൽ ഇൻറ്റു n - r ഫാക്ടോറിയൽ എന്നല്ലേ അല്ലേ? ഇനി ഇതിന് മിസ് ഒരു ഷോർട്ട് കട്ട് പഠിപ്പിച്ചായിരുന്നു. അതെന്തായിരുന്നു? ഇപ്പം നോക്കിക്കോണം. 4C2 എന്ന് പറയുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഷോർട്ട് കട്ട് എന്തായിരുന്നു? 4ൻ്റെ അവിടെ നിന്ന് താഴത്തെ നമ്പറായ 2 അല്ലേ താഴെ വന്നേക്കുന്നത്? അപ്പോൾ 2 നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് 4 ഇൻറ്റു പുറകോട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 4 ഇൻറ്റു എന്ത് വരും? 4 ഇൻറ്റു 3 ഡിവൈഡഡ് ബൈ താഴെ കിടക്കുന്ന നമ്പർ ഏതാ? 2. 2ൻ്റെ അവിടെ നിന്ന് പുറകോട്ട് 2 ഇൻറ്റു 1 എത്ര വരും? ദാണ്ടേ ഇതിനെ കട്ട് ചെയ്ത് പോകുമ്പോഴത്തേക്കും ഇവിടെ 2. അപ്പോൾ 2 ഇൻറ്റു 3 എന്ന് പറയുന്നത് എത്രയാണ്? 6 അല്ലേ? 4C2 എന്ന് പറയുന്നത് 6. അപ്പോൾ നമ്മുടെ ഷോർട്ട് കട്ട് ഈ ഒരു മെത്തേഡിൽ ഓർത്തിരിക്കുക. ഇനി മിസ്സിന് പറയാനുള്ളത് നോക്കണം. NC0 എന്ന് പറയുന്നത് =1 ആണ് അല്ലേ? ഇനി NCN എന്ന് പറയുന്നതോ? NCN എന്ന് പറയുന്നതും =1 ആയിരിക്കും. ഇനി നമുക്ക് നമ്മുടെ ബൈനോമിയൽ തിയറത്തിന്റെ ഇക്വേഷൻ പഠിച്ചാലോ? കണ്ടോ, കാണുമ്പോൾ വലിയ ഇക്വേഷൻ ഒക്കെ ആയിട്ട് തോന്നും അല്ലേ? ബട്ട് മിസ് ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് കട്ട് ചെയ്ത് നമുക്ക് ഓരോ പാർട്ടും എന്താണെന്ന് മനസ്സിലാക്കി തന്നെ പഠിക്കാം. അപ്പോൾ നമുക്കൊരു എക്സാമ്പിളിലൂടെ പഠിക്കാം. ഇവിടെ നോക്കണം. a + b all raised to 4 എന്ന് പറഞ്ഞാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ നമുക്ക് വരാറുണ്ട്. അതായത് നമുക്ക് ഇങ്ങനെ ഒരു ടേം തരും, എന്നിട്ട് നമ്മളടുത്ത് എക്സ്പാൻഡ് ചെയ്യാനായിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ വെച്ച് തന്നെ നമുക്ക് പഠിക്കാം. അപ്പോൾ നോക്കിയേ, ആദ്യം നോക്കിക്കോണം. ഇതിൻ്റെ പവർ എത്രയാണ്? 4 ആണ് അല്ലേ? അപ്പോൾ എത്ര ടേംസ് കാണും? 4 + 1 5 ടേംസ് കാണും. ഇനി നോക്കിക്കോണം. ഇവിടെ നോക്കിയേ, NC0 NC1 തുടങ്ങി NCN വരെ, അതായത് ഓരോ ടേംസിൻ്റെ കൂടെയും 0 തൊട്ട് നമുക്ക് എന്തുണ്ട്? NCR എന്നുള്ള ഫോം നമ്മുടെ കൂടെ ആഡ് ആവുന്നുണ്ട്. അപ്പം 5 ടേം ഉണ്ടല്ലോ. അപ്പം നോക്കിയേ, 4C0 4C1 4C2 4C3 4C4 നോക്കിയേ, 5 ടേം വന്നില്ലേ? അപ്പം ഇത് നമുക്ക് ആഡ് ചെയ്യണം. ഇനി നോക്കിക്കോണം. മിസ് ഒരു കാര്യം പറഞ്ഞായിരുന്നു. ഇവിടെ ആദ്യത്തേതായിട്ടുള്ള എയുടെ പവർ 3യിൽ നിന്ന് അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും കുറഞ്ഞു പോവാണ്. ബിയുടെ പവർ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പം കൂടിക്കൊണ്ടാണ് പോകുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഈ ഇക്വേഷനകത്ത് എയുടെ പവർ ആദ്യത്തിനകത്ത് എന്ത് വരും? a⁴ അല്ലേ? b⁻0 =1 ആണ്. അതുകൊണ്ട് b എഴുതേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. പ്ലസ് ഇനി ഇവിടെ നോക്കിയേ, രണ്ടാമത്തേനകത്ത് എയുടെ പവർ കുറഞ്ഞു പോവില്ലേ? a³ വരും. ബിയുടെ പവറോ? ബിയുടെ പവർ അപ്പം കൂടി, ഏതാ? 1 വരും. അപ്പം b പ്ലസ് ഇനി ഇവിടെ നോക്കിയേ, എയുടെ പവർ താണ്ടെ വീണ്ടും കുറഞ്ഞു, a² ആയി. ബിയുടെ പവർ താണ്ടെ കൂടി. ഇനിയോ എയുടെ പവർ വീണ്ടും കുറഞ്ഞു, a⁻1 ആയി. ബിയുടെ പവർ കൂടി, b³ വന്നു. ഇനി ഇവിടെയോ എയുടെ പവർ 0 ആയി. അപ്പോൾ എ എഴുതണോ? വേണ്ട. ഇനി ബിയുടെ പവറോ? b⁴ എന്ന് വന്നു. ഇനി നോക്കിയേ, ഇനി നമ്മൾ എങ്ങനെ സോൾവ് ചെയ്യും? = 4C1 എന്താണ്? = 4C0. അപ്പോൾ ഇവിടെ നോക്കിക്കേ,
4C0 എന്താണ് 1 ആണല്ലേ. അപ്പം ഇൻറ്റു A⁴ എന്ന് പറയുമ്പം A⁴ വരും. പ്ലസ് 4C1 എന്ന് പറയുന്നത് എന്താ 4 ഇൻറ്റു A³ B പ്ലസ് 4C2 എന്ന് പറയുന്നത് എന്താ 6 അല്ലേ. A² B² പ്ലസ് 4C3യോ 4C3 എന്ന് പറയുന്നത് 4 ആണ്. AB³ പ്ലസ് 4C4 എന്ന് പറയുന്നതോ 1 അല്ലേ. അപ്പം B⁴. താണ്ടേ സിമ്പിളായിട്ട് താണ്ടെ നമ്മൾ എക്സ്പാൻഡ് ചെയ്തില്ലേ. ഇനിയിപ്പോൾ ഇക്വേഷൻ പഠിക്കാൻ എളുപ്പമല്ലേ. എന്നാൽ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്ത് നോക്കിയാലോ. താണ്ടേ 2x + 3⁵5 എത്രയാണ് 2x + 3⁵5 ആണ് വന്നേക്കുന്നത്. ഇതിനെ നമ്മൾ അടുത്ത് എക്സ്പാൻഡ് ചെയ്യാനാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് കണ്ടുപിടിക്കണം. യെസ്, എത്ര നമ്പർ ഓഫ് ടേംസ് കാണും അല്ലേ. 5 + 1 = 6 ടേംസ് കാണും അല്ലേ. അപ്പോൾ നമ്മൾ നേരത്തെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ പഠിച്ചു. ഇനി നമുക്ക് ഒരുമിച്ചൊന്ന് എഴുതിയാലോ. അപ്പം ആദ്യം എന്താ വരുന്നത് 5C0 തൊട്ട് സ്റ്റാർട്ട് ചെയ്യും അല്ലേ. 5C0 2xന്റെ എന്താണ് ⁵5 വന്നു. പ്ലസ് ഇനി അടുത്തെന്താ 5C1 2xന്റെ പവർ കുറഞ്ഞില്ലേ. 2x⁴ ആവും. അതിൻ്റെ കൂടെ എന്താ 3യുടെ പവർ 1 ആയി. അപ്പം 3 എഴുതി. പ്ലസ് ഇനി 5C2 വന്നു കഴിയുമ്പോഴോ 2x⁵3 പവർ ഒന്നുകൂടെ കുറഞ്ഞല്ലേ. ഇനി 3യുടെ പവർ കൂടിയില്ലേ. അപ്പം 3യുടെ പവർ 3² വരും. പ്ലസ് 5C3 എന്താണ് 2x⁵2 അതായത് 2x⁵2 വരും. 3യുടെ എന്താണ് 3⁵3 എന്ന് വരും. പ്ലസ് 5C4 വരുമ്പോഴോ 2xന് പവർ 1 ആയി ഇൻറ്റു 3യുടെ പവറോ 4 ആയി. പ്ലസ് 5C5 3⁵5 വന്നു. എന്താ അവിടെ 2x എടുക്കാഞ്ഞത്. 2xന്റെ പവർ 0 ആയി = എന്താണ് 1 വന്നു. അതുകൊണ്ട് 3യുടെ പവർ ⁵5 എന്ന് നമ്മൾ എഴുതി. ഇനി നമുക്ക് ഇതിനെ കാൽക്കുലേറ്റ് ചെയ്താലോ. ഇനി ഇവിടെ നോക്കിയേ 5C0 എന്ന് പറയുന്നത് എന്താണ് 1 അല്ലേ. ഇനി 2⁵5 32 ഇൻറ്റു x⁵5 പ്ലസ് 5C1 എന്ന് പറഞ്ഞാൽ എന്താണ് 5 ഇൻറ്റു 2⁴ എന്ന് പറയുന്നത് 16 ഇൻറ്റു x⁴ എന്ന് എഴുതാം. ഇൻറ്റു ഒരു 3 ഇല്ലേ 3യും കൂടെ എഴുതി അല്ലേ. പ്ലസ് 5C2 എന്ന് പറയുന്നത് എന്താ 5C2 എന്ന് പറയുന്നത് 10 ഇൻറ്റു 2³ എന്താണ് 8 ഇൻറ്റു എക്സിൻ്റെ ക്യൂബ് ഇൻറ്റു 3യുടെ സ്ക്വയർ ചോദിച്ചിട്ടില്ലേ ഇൻറ്റു 9 വന്നു. പ്ലസ് 5C3 എന്ന് പറയുന്നത് എന്താണ് 5C3 എന്ന് പറയുന്നത് 10 ആണ് ഇൻറ്റു 2ൻ്റെ സ്ക്വയർ അതായത് 4 ഇൻറ്റു എക്സിൻ്റെ സ്ക്വയർ ഇൻറ്റു 3യുടെ ക്യൂബ് എത്ര 27 പ്ലസ് 5C4 എന്ന് പറയുന്നതോ 5 ആണല്ലേ ഇൻറ്റു 2x ഇൻറ്റു 3⁴ 3⁴ എത്ര 81 പ്ലസ് 5C5 ഏത് ഫോർമാറ്റാ NCN ഫോർമാറ്റ് അല്ലേ. NCN = 1 അല്ലേ. അപ്പം 5C5 എന്ന് പറയുന്നത് 1. 3ൻ്റെ പവർ എത്ര വന്നേക്കുന്നത് 5. 3⁵5 എത്രയാണ് 243 അല്ലേ. ഇനി എന്ത് വരും. ഇനി ഇവിടെ നോക്കിയേ 32 x⁵5 പ്ലസ് 5 ഇൻറ്റു 16 ഇൻറ്റു 3 എത്ര 240 x⁴ പ്ലസ് 10 ഇൻറ്റു 8 ഇൻറ്റു 9 എത്ര 720 ഇത് x⁵³ പ്ലസ് ഇവിടെ നോക്കിയേ 10 ഇൻറ്റു 4 ഇൻറ്റു 27 എത്ര വരും 1080 ഇത് x⁵2 അല്ലേ. ഇനി ഇവിടെ നോക്കിയേ 5 ഇൻറ്റു 2 ഇൻറ്റു 81 അല്ലേ. എത്രയാണ് 810x പ്ലസ് എന്താണ് 243. ഇനി ഇവിടെ നോക്കിയേ നമ്മൾ സിമ്പിളായിട്ട് അതിനെ എക്സ്പാൻഡ് ചെയ്തില്ലേ
ഇനി ഇതാണ് നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഇതിനകത്തുനിന്ന് ചോദിക്കാൻ പറ്റുന്നത്. ഇനി അടുത്തൊരു ടൈപ്പ് ഉണ്ട്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ എ പ്ലസ് ബി ദ ഹോൾ റേസ് ടു 4 മൈനസ് എ മൈനസ് ബി ദ ഹോൾ റേസ് ടു 4 കാൽക്കുലേറ്റ് ചെയ്യാം. എന്നിട്ട് അതിൻ്റെ സൊല്യൂഷനകത്തേക്ക് എയുടെ അവിടെ എ ഈക്വൽ ടു √3 എന്നും ബി ഈക്വൽ ടു √2 എന്നും കൊടുത്ത് അപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കിയാലോ? യെസ്. അപ്പോൾ ഇവിടെ നോക്കിയേ, എ പ്ലസ് ബി ദ ഹോൾ റേസ് ടു 4. ഇപ്പം രണ്ടിടത്തും 4 അല്ലേ? ഇപ്പം രണ്ടിടത്തിനകത്തും എത്ര ടേംസ് കാണും? യെസ്, 5 ടേംസ് കാണും അല്ലേ? അപ്പം ആദ്യം നമുക്ക് എ പ്ലസ് ബി ദ ഹോൾ റേസ് ടു 4ൻ്റെ എഴുതാം. എങ്ങനെ എഴുതും? 4c0 എ റേസ് ടു 4 പ്ലസ് 4c1 എ റേസ് ടു 3 ബി പ്ലസ് 4c2 എ സ്ക്വയർ ബി സ്ക്വയർ പ്ലസ് 4c3 എ ബി ക്യൂബ് പ്ലസ് 4c4 ബി റേസ് ടു 4. ഇനി നോക്കിയേ, ഇനി എന്താണ്? മൈനസ് എ മൈനസ് ബി ദ ഹോൾ റേസ് ടു 4നെ നമ്മൾ എങ്ങനെ എഴുതും? ഒന്നുമല്ലടാ, ഇത് തന്നെയാണ് വരുന്നത്, പക്ഷെ അതിൻ്റെ സൈനിനൊരു ചേഞ്ച് ഉണ്ട്. എങ്ങനെയാ? മൈനസ് പ്ലസ് എന്നാവും അതിൻ്റെ സൈൻ വരുന്നത്. ഇതൊരു മൈനസ് പ്ലസ് എന്നുള്ള ഫോർമുലയിലേക്ക് സൈൻ മാറും. അപ്പോൾ നമുക്കൊന്ന് എഴുതി നോക്കിയാലോ? 4c0 എ റേസ് ടു 4 മൈനസ് 4c1 എ ക്യൂബ് ബി പ്ലസ് 4c2 എ സ്ക്വയർ ബി സ്ക്വയർ മൈനസ് 4c3 എ ക്യൂബ് ബി ക്യൂബ് പ്ലസ് 4c4 ബി റേസ് ടു 4 എന്ന് വരുമല്ലേ? ഇനി നോക്കിയേ, ഇതിനെ നമുക്കിനി സിംപ്ലിഫൈ ചെയ്താലോ? എന്ത് വരും? 4c0 എന്ന് പറയുന്നത് 1 ആണ്. അപ്പം എ റേസ് ടു 4 എന്ന് വരും. ഇനി 4c1 എന്ന് പറയുന്നത് 4 ആണ്. എ ക്യൂബ് ബി 4 എ ക്യൂബ് ബി എന്ന് വരും. പ്ലസ് 4c2 എന്ന് പറഞ്ഞാൽ എന്താണ്? 6 ആണല്ലേ? അപ്പം 6 എ സ്ക്വയർ ബി സ്ക്വയർ എന്ന് വരും. പ്ലസ് ഇനി അടുത്ത് നോക്കിയേ, 4c3 എ ബി ക്യൂബ് എന്ന് വന്നേക്കുന്നത് അല്ലേ? അപ്പം 4c3 എന്താണ്? യെസ്, 4 ആണ്. 4c3 എന്ന് പറയുന്നത് 4 ആണ്. അപ്പം 4 എ ബി ക്യൂബ് എന്ന് വരും. പ്ലസ് 4c4 എന്താണ്? 1 ആണല്ലേ? അപ്പം ബി റേസ് ടു 4 എന്ന് വരും. ഇനി നോക്കണം, മൈനസ് എന്ത് വരും? എ റേസ് ടു 4 അല്ലേ? 4c0 എ എന്ന് പറയുന്നത് 1 ആണെങ്കിൽ എ റേസ് ടു 4 എന്ന് വരും. മൈനസ് 4c1 എന്ന് പറയുന്നത് 4. അപ്പം 4 എ ക്യൂബ് ബി എന്ന് വരും. ഇനി ഇവിടെ നോക്കിയേ, 4c2 എത്രയാണ്? 6 അല്ലേ? അപ്പം 6 എ സ്ക്വയർ ബി സ്ക്വയർ എന്ന് വരും. സൈനോ പ്ലസ് 4 എ സ്ക്വയർ ബി സ്ക്വയർ 6 അല്ലേ? 6 എ സ്ക്വയർ ബി സ്ക്വയർ എന്ന് വരും. ഇനി മൈനസ് എന്താണ്? 4c3 എ ക്യൂബ് അല്ല, എ ആണേ. അപ്പം എ ബി ക്യൂബ് എന്ന് വരും. ഈക്വൽ ടു എന്താണ്? 4 എ ബി ക്യൂബ് പ്ലസ് എന്താണ്? 4 ബി റേസ് ടു 4 അല്ലേ? 4 അല്ല, ബി റേസ് ടു 4. അതെന്താ ബി റേസ് ടു 4 വന്നേ? 4c4 എന്ന് പറയുന്നത് എന്താ? 1. അപ്പം ബി റേസ് ടു 4 എന്ന് വരും. ഇനി നോക്കിയേ, ഇനി ഈ മൈനസ് സൈനെ നമുക്ക് അകത്തോട്ട് എടുത്താലോ? അപ്പം എന്ത് വരും? ഈ സൈഡിലേത് അതേപടി നമുക്ക് എഴുതാം അല്ലേ? ചേഞ്ച് ഇല്ല. എ റേസ് ടു 4 പ്ലസ് 4 എ ക്യൂബ് ബി പ്ലസ് 6 എ സ്ക്വയർ ബി സ്ക്വയർ പ്ലസ് 4 എ ബി ക്യൂബ് പ്ലസ് 4 റേസ് ടു 4 അല്ലേ? അല്ല, ബി റേസ് ടു 4 അല്ലേ? മൈനസ് എ റേസ് ടു 4. ഇനി മൈനസും വന്നുകൊണ്ട് പ്ലസ് 4 എ ക്യൂബ് ബി. ഇനി മൈനസും പ്ലസ് കൂടെ വന്ന് എന്താവും? മൈനസ് 6 എ സ്ക്വയർ ബി സ്ക്വയർ മൈനസും കൂടെ വന്ന് പ്ലസ് 4 എ ബി ക്യൂബ് പ്ലസ് പ്ലസും മൈനസും കൂടെ വന്നപ്പോൾ എന്തായി? മൈനസ് ബി റേസ് ടു 4 വന്നല്ലേ? ഇനി ഇവിടെ നോക്കിക്കേ,
കണ്ടേ ഇവിടെ ഒരു a⁴ ഉണ്ട്, ഇവിടെ ഒരു -a⁴ ഉണ്ട്. രണ്ടും കട്ട് ചെയ്ത് കളയാലോ. കണ്ടേ ഇവിടെ ഒരു +b⁴ ഉണ്ട്, ഇവിടെ ഒരു -b⁴ ഉണ്ട്. അപ്പോൾ അത് രണ്ടും കട്ട് ചെയ്ത് കളയാലോ. ഇനി ഇവിടെ നോക്കിയേ +6a²b² -6a²b² ഉണ്ട്. ഇനി ബാലൻസ് എന്തുണ്ട്? യെസ്, 2 × 4a³ b +4ab³ അതെന്താ മിസ്സേ 2 × എന്ന് എഴുതിയത്? താണ്ട് ഇവിടെ നോക്കിയേ, താണ്ട് ഇതൊന്ന് ഇനി ഇവിടെയോ താണ്ട് ഇതൊന്ന് ഇപ്പം രണ്ടെണ്ണം വീതം ഇല്ലേ? അപ്പം അതുകൊണ്ട് 2 × 4a³ b +4ab³ എന്ന് എഴുതി. ഇനി ഈക്വൽ ടു ഈ 4നെ നമ്മൾ പുറത്തോട്ട് എടുക്കുമ്പോൾ എന്ത് വരും? 8 × a³ b +ab³ എന്ന് എഴുതാലോ. താണ്ടേ ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഇനി ഇതിനകത്തേക്ക് നമ്മൾ രണ്ടാമത് നമ്മുടെ അടുത്ത് ചോദിച്ചേക്കുന്നത് എന്താണ്? √3 + √2 ⁴ -√3 -√2 ⁴. അതായത് ഇവിടുത്തെ ഇതിൽ a = √3 എന്നും b = √2 എന്നും അപ്ലൈ ചെയ്യാം. അപ്പം എന്ത് വരും? 8 × √3 3 × √2 പ്ലസ് √3 × √2 3 എന്ന് വരും. ഇനി ഇവിടെ നോക്കിയേ, 8 × √3യുടെ ക്യൂബ് എത്ര മക്കളെ? 3√3 അല്ലേ? ഇൻറ്റു √2 ഇല്ലേ അവിടെ? പ്ലസ് ഇവിടെ √3 ഉണ്ട്, ഇൻറ്റു √2ൻ്റെ ക്യൂബ് എത്രയാണ്? 2√2 ആണ്. ഇനി ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാലോ, 8 × 3 × √3 × 2 എന്ന് എഴുതാം അല്ലേ? ഈക്വൽ ടു എന്ത് വരും? 3√6 പ്ലസ് 2√6 എന്ന് വരും. ഈക്വൽ ടു 8 × എന്താണ്? 5√6 ഈക്വൽ ടു 40√6. എങ്ങനെയാണ്? 8 × 5 ചെയ്തു, ഈക്വൽ ടു 40√6 ആണ് എന്ത് വന്നേക്കുന്നത്? ആൻസർ വന്നേക്കുന്നത്. നോക്കിയേ, സിമ്പിൾ അല്ലേ? സിമ്പിളായിട്ട് നമ്മൾ ആൻസർ കണ്ടുപിടിച്ചല്ലേ? അപ്പം ഈ ചാപ്റ്ററിൽ നിന്ന് ഈ 3 ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് മെയിൻലി ചോദിക്കുന്നത്. നിങ്ങൾ ഏറ്റവും കൂടുതൽ നോക്കേണ്ടതാണ്ടേ ഈ ക്വസ്റ്റ്യൻ ആണ്. കാരണം ഈ ക്വസ്റ്റ്യനകത്ത് എക്സ്പാൻഷൻ ഉണ്ട്. നമ്മൾ എക്സ്പാൻഡ് ചെയ്യുന്നതിന് മുന്നേ എത്ര ടേംസ് ഉണ്ടെന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. സോ ഈ ക്വസ്റ്റ്യൻ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഇതുപോലെ ഒരു അടുത്ത വീഡിയോ കാണുന്നത് വരെ ബൈ.